ISL മത്സരത്തിനിടെ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ തമ്മിലുണ്ടായ ഉന്തും തള്ളും കാര്യമാക്കേണ്ട എന്ന് പരിശീലകൻ TG പുരുഷോത്തമൻ. അഡ്രിയാൻ ലൂണയും നോഗ സദോയും പ്രൊഫഷണൽ താരങ്ങളാണ്. കളിക്കളത്തിൽ ഇതൊക്കെ സാധാരണമാണെന്നും TG പുരുഷോത്തമൻ 24 പറഞ്ഞു. ചെന്നൈക്കെതിരെ അതിഗംഭീര വിജയം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ നേടിയ ശേഷം അതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നമുക്കിപ്പം ചേരുകയാണ്. ആശാൻ, കൺഗ്രാറ്റ്സ്. വളരെ മികച്ച വിജയമാണ് നേടിയത്. 3 മാറ്റങ്ങളുമായി ഇറങ്ങി. ടാക്ടിക്കൽ ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല, നമ്മൾ ഒന്നും പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല. നമ്മൾ ടീമായിട്ട് കളിക്കുക, ടീം വർക്കാണ് എല്ലാം എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ദിസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു കളിക്കാർക്കാണ്. കളിക്കാർ അവർ കളിച്ച് നേടിയ വിജയമാണ് അത്. നമുക്ക് എപ്പോഴും പ്ലേ ഓഫ് സാധ്യതയുണ്ട് എന്ന് കോച്ചിന് പറയാമോ? 100% ഓരോ കളി നമ്മൾ എടുത്ത് വരുമ്പോഴാണ് നമുക്ക് അവസാനത്തെ റിസൾട്ട് കിട്ടുക. ഇപ്പം നമ്മൾ ഓരോ കളി മാച്ച് ബൈ മാച്ചാണ് എടുക്കുന്നത്. അടുത്ത കളി മോഹൻ ബഗാനായിട്ടാണ്, അത് ജയിക്കട്ടെ. അടുത്ത കളി ജയിച്ചാൽ നമുക്ക് അതിനെ കയറി വരാം. അതാണ് വിശ്വാസം. നമ്മൾ നേരെ വലിയ ആവശ്യങ്ങളിലല്ല നമ്മളൊരു സിറ്റുവേഷനിലായി. നമ്മൾ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനിൽ കണ്ട ടീമല്ല. അത്ര ക്വാളിറ്റിയിൽ കളിക്കാറുണ്ട്, അത്ര കപ്പാസിറ്റിയിൽ കളിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ തിരിച്ചു വന്നു. സാർ, അവസാനത്തെ നിമിഷങ്ങൾ, ആ സംഭവം അത് തീർച്ചയായിട്ടും ഒരു വിജയത്തിൻ്റെ ശോഭ കെടുത്തിട്ട് എന്താണ് അതിലൊരു അത് ഇറ്റ്സ് ഹാപ്പൻസ്. കളിയിലെ ടെമ്പറാണ്, പ്രഷർ ഉണ്ടാവും, ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അത് നിങ്ങൾ ബോധറേണ്ട കാര്യമില്ല. ഇറ്റ് വിൽ ബി ടെൻഡ്. അവർ പ്രൊഫഷണൽസാണ്, അവർ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ദേ വിൽ ഡു ഇറ്റ്. നോ. അവസാനമായിട്ട് പുതിയ സൈനിങ്സ് ഉണ്ടാവുമോ? 2 ദിവസം വെയിറ്റ് ചെയ്യുക. ഒഫീഷ്യലി എല്ലാം ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. ദാറ്റ്സ് ഇറ്റ്. തീർച്ചയായിട്ടും വലിയൊരു തകർച്ചയിൽ ടീമിനെ ഏറ്റെടുത്ത് അതിനെ സെക്കൻഡ് ഹാഫിൽ, രണ്ടാം ഭാഗത്തിൽ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ഒരു കോച്ചുമാണ് നമുക്കിപ്പം ചേർന്നിരിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വിജയാശംസകൾ നേരുകയാണ്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.